ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. നമ്മുടെ 2025 ആദ്യ 10th പ്രിലിംസ് എക്സാമുകൾ അവസാന ഘട്ടത്തിലാണ്. 4 പ്രിലിംസ് എക്സാമുകൾ കഴിഞ്ഞു, ഒരു ഘട്ടം കൂടി അവശേഷിക്കുന്നുണ്ട്. എന്നാൽ കൂടി 2025 തുടക്കത്തിൽ നമ്മുടെ PSC 10th മെയിൻസ് എക്സാമുകളുടെ സിലബസ് പുറത്തുവിട്ടിരുന്നു. പ്രധാനമായിട്ടും സെക്രട്ടേറിയറ്റ് OA, അതുപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റന്റ്, ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ലബോറട്ടറി അസിസ്റ്റന്റ് ടൈം കീപ്പർ തുടങ്ങിയ നോട്ടിഫിക്കേഷനിലേക്കാണ് ഈ ഒരു പ്രിലിംസ് എക്സാം നടന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് പോസ്റ്റുകളാണ് ഇവ. അപ്പോൾ ഇതിൻ്റെ മെയിൻസ് എക്സാം ഇനി ഉടൻ തന്നെ നമുക്ക് ഒരു വിത്തിൻ 3 or 4 months നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും ഏപ്രിൽ മാസം വരെയുള്ള PSCയുടെ കലണ്ടർ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ അതുവരെയുള്ള ഇത് വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും മെയ്യോ ജൂണിലൊക്കെ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു എക്സാമുകളുടെ ഈ ഒരു പോസ്റ്റുകളുടെ മെയിൻസ് എക്സാമിൻ്റെ ആ ഒരു ഡേറ്റ് അപ്പോൾ വരും. സ്വാഭാവികമായിട്ട് നമ്മൾ ഇനി സിലബസിനെ കുറിച്ച് അറിയണം. സിലബസ് അല്ലേ, ഒരു എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ആ സിലബസിനെ കുറിച്ച് ആദ്യം തന്നെ അറിയണം. ഈ സിലബസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് സിലബസിന്റെ ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് ആണിത്. ചരിത്രം 5, ഭൂമിശാസ്ത്രം 5, തത്വശാസ്ത്രം അഥവാ എക്കണോമിക്സ് 5, കോൺസ്റ്റിറ്റ്യൂഷൻ 5, പിന്നെ കേരള ഗവേണൻസ് 5, പിന്നെ നമ്മുടെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്, ഫിസിക്സ് കെമിസ്ട്രി 3 മാർക്ക് വീതം, കലാസാഹിത്യം സാംസ്കാരികം 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, ഇമ്പോർട്ടൻ്റ് ആക്ട്സ് 5 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്, പിന്നെ മെന്റൽ എബിലിറ്റി 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. സോ ഈ ഒരു സിലബസ് നിങ്ങൾക്ക് സുപരിചിതമാണ്. അതെ, ഏതാണ് ഇപ്പോൾ പ്രൊഫൈൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്ന LDC പരീക്ഷയുടെ അതേ സിലബസ് തന്നെയാണ് 10th മെയിൻസ് എക്സാമുകളുടെ സിലബസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോന്നിനെയും കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. സോ നമുക്ക് ആ ഒരു സ്റ്റെപ്പിലോട്ട് കിടക്കാം. സോ ഇതിൽ ഓരോ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ചരിത്രം പറയുകയാണെങ്കിൽ, ചരിത്രത്തിലാണെങ്കിൽ നമുക്ക് കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി പഠിക്കാനുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു നമ്മുടെ ഹിസ്റ്ററിയിൽ നമുക്ക് കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി പഠിക്കാനുണ്ട്. ഇത് LDS സിലബസ് ആയതുകൊണ്ട് തന്നെ അതിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവും, കാരണം എല്ലാവരും LDC എക്സാം എഴുതിയ ആൾക്കാരാണ്. പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലൊന്നും വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. ഭൂമിശാസ്ത്രമാണെങ്കിലും വലിയ മാറ്റങ്ങളില്ല. അവിടെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം, കേരള ഭൂമിശാസ്ത്രം, പിന്നെ ലോക ഭൂമിശാസ്ത്രം അല്ലെ, വേൾഡ് ജോഗ്രഫി, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. എക്കണോമിക്സ് ആണെങ്കിൽ 5 മാർക്കിനാണ്. അവിടെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നമ്മുടെ പ്രിലിംസിൽ നിന്ന്, നിങ്ങൾ പ്രിലിംസിനെ കമ്പയർ ചെയ്ത് ഒരിക്കലും മെയിൻസിന്റെ സിലബസിലേക്ക് പഠിക്കരുത്. കാരണം പ്രിലിംസിനെ കമ്പയർ ചെയ്യുമ്പോൾ മെയിൻസിൽ ഒന്നുകൂടി വാസ്റ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. നിങ്ങൾ എല്ലാവരും LDC എക്സാം എഴുതിയ ആൾക്കാരായതുകൊണ്ട് തന്നെ ഇത് പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. ഓക്കെ ആണല്ലോ. കാരണം LDCയുടെ സിലബസിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണയുള്ള ആൾക്കാരാണ് നിങ്ങൾ. ഇപ്പോൾ പ്രിലിംസ് എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ മെയിൻസിന് അത്യാവശ്യം പഠിക്കാനുണ്ട്. ഹിസ്റ്ററി ആണെങ്കിൽ അവിടെ ആകെ പ്രിലിംസിൽ ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയുടെയും വളരെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മെയിൻസിലോട്ട് വരുമ്പോൾ വേൾഡ് ഹിസ്റ്ററി കടന്നു വരുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഉള്ള കേരള ഹിസ്റ്ററിയിലും ഇന്ത്യൻ ഹിസ്റ്ററിയിലും കൂടുതലായിട്ട് പഠിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ജോഗ്രഫി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. കേരള ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയുടെയും വളരെ ഒരു 5%, 10% പോർഷൻസേ നമ്മുടെ പ്രിലിംസ് എക്സാമിന് പഠിക്കാനുള്ളൂ. പക്ഷേ മെയിൻസ് എക്സാമിന് വളരെ വാസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ക്ലിയർ ആണല്ലോ. പിന്നെ എക്കണോമിക്സിലോട്ട് വരുമ്പോൾ അവിടെയും നമുക്ക് എക്കണോമിക്സ് ഒന്നും നമുക്ക് പ്രിലിംസിൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണ്. അവിടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ ഡിഫറെൻ്റ് ആണ്. അവിടെ നമുക്ക് ഈ വിവിധ ചിഹ്നങ്ങളെ കുറിച്ചൊക്കെ കാര്യങ്ങൾ, അതുപോലെ കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ കുറച്ച് നമുക്ക് ഈ പ്രിലിംസ് എക്സാമിൽ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ മെയിൻസിലോട്ട് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ. പിന്നെ വളരെ പ്രധാനപ്പെട്ട കേരള ഗവേണൻസുമായി 5 മാർക്കിന്റെ അല്ലെ, ഇപ്പൊ എല്ലാവർക്കും അത്ര ടഫ് ഇല്ലാത്തൊരു സബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആദ്യമായിട്ട് LDC പരീക്ഷ നടന്നപ്പോൾ എല്ലാവരും പഠിക്കാൻ ബുദ്ധിമുട്ടിയ ഒരു സബ്ജക്റ്റ് ആയിരുന്നു കേരള ഗവേണൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഒരുപാട് ഈ ഒരു സിലബസ് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഏരിയ ആണ് ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, പ്രധാനപ്പെട്ട സ്കീമുകൾ, പിന്നെ സംസ്ഥാന സിവിൽ സർവീസ്, ഇതൊക്കെ ഈ ഒരു കേരള ഗവേണൻസിലെ കീ ടോപ്പിക്സ് ആണ്. മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഈ ഭാഗങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പിന്നെ ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം, ഇതൊക്കെ ആക്ച്വലി നമ്മുടെ പ്രിലിംസിലുള്ളതാണ്. പക്ഷെ ഭൗതികശാസ്ത്രം അതൊക്കെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. സിലബസ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ. അപ്പോൾ പ്രവൃത്തി, താപം, ഗുരുത്വാകർഷണം, ഇങ്ങനെ പറയുന്ന ഓരോ ടോപ്പിക്സ്. കെമിസ്ട്രിയിലോട്ട് വരികയാണെങ്കിൽ ആകെ 3 ടോപ്പിക്സേ പഠിക്കാനുള്ളൂ. പക്ഷേ അതിൽ ഒരുപാട് സബ് ടോപ്പിക്സ് വരുന്നുണ്ട്.
പ്രധാനമായിട്ടും സോഷ്യൽ സയൻസും നിങ്ങൾ കൂടുതലായിട്ടും SCERT പുസ്തകങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. പുതിയ SCERT ടെക്സ്റ്റ് ബുക്ക് കുറച്ചുകൂടി ഡെപ്ത് ആണ്. ഈ 9ത്തിൻ്റെയും 7ത്തിൻ്റെയൊക്കെ. സോ അത് കൂടുതലായിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം പല +1 ലെവലിലുള്ള കണ്ടന്റ്സ് ഒക്കെ അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഇപ്പോഴേ വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രിലിംസിനൊക്കെ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുതിയ SCERT പാഠപുസ്തകങ്ങൾ കൂടി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. സോ ഫിസിക്സും കെമിസ്ട്രിയും 3 മാർക്ക് വീതമാണ്. പിന്നെ കല, കായികം, സാഹിത്യം, സംസ്കാരം. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം ഈ ടോപ്പിക്കിൽ കളയാതിരിക്കുക. കാരണം ആകെ 5 മാർക്കേ നമുക്ക് വെയിറ്റേജ് ഉള്ളൂ. ആകെ 5 മാർക്കേ നമുക്ക് എന്തുള്ളൂ? വെയിറ്റേജ് ഉള്ളൂ. അപ്പോൾ കല, കായികം, സാഹിത്യം, സംസ്കാരം. സംസ്കാരമാണെങ്കിൽ സ്വാഭാവികമായിട്ടും നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് ആകും. അതുപോലെ സ്പോർട്സ് ആണെങ്കിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ടും സ്പോർട്സ് ഭാഗത്ത് നിന്ന് വരിക. ഓക്കെ, അപ്പോൾ ചിലപ്പം 1-2 ക്വസ്റ്റ്യൻസ് സ്പോർട്സ് എന്നൊക്കെ വന്നു എന്ന് വരാം. ഈ ഒരു 4 ടോപ്പിക്സും കൂടി 5 മാർക്കാണ്. കല, കായികം, സംസ്കാരം, സാഹിത്യം. ഇപ്പോൾ സാഹിത്യമൊക്കെ ആണെങ്കിൽ ചിലപ്പം അവാർഡ്സുകൾ ചോദിക്കാം. റീസെന്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള അവാർഡ്സുകൾ, ഓടക്കോയിൽ, വയലാർ, ഇങ്ങനത്തെ അവാർഡ്സുകൾ ചോദിക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് നിങ്ങൾ ഈ 5 മാർക്കും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യരുത്. കാരണം അതിൽ നിങ്ങൾ എത്ര പഠിച്ചാലും അത് അപ്പുറത്തേക്കുണ്ട്. ഓക്കെ, നമ്മളൊരു ജോഗ്രഫിയോ ഹിസ്റ്ററി പോലെ ഒരു ചട്ടക്കൂട് പോലെയല്ല. ഓക്കെ, നമ്മുടെ വിത്തിൻ സിലബസിൽ നിൽക്കുന്ന കാര്യമല്ല ഇത്. ആക്ച്വലി സിലബസിൽ ഇങ്ങനെയൊക്കെ പഠിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ കൂടി അതിന് അപ്പുറത്തേക്ക് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയം ആ ഒരു ടോപ്പിക്കിനെ പുറത്ത് നിങ്ങൾ ചെലവഴിക്കരുത്. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് പറയാനുള്ളത് സംസ്കാരം പറഞ്ഞു. പിന്നെ നമുക്ക് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട 3 മാർക്കിൻ്റെയാണ്. കമ്പ്യൂട്ടറിൻ്റെ പ്രധാനമായിട്ടും കമ്പ്യൂട്ടറിൽ ഈ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് ഒക്കെയാണ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. പിന്നെ എപ്പോഴും ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് LAN, MAN, WAN ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ നമ്മുടെ ഒരു ചോദ്യം മസ്റ്റായിട്ടും നമ്മുടെ ഈ ഈ സൈബർ ക്രൈംസിനെ കുറിച്ച് അല്ലെങ്കിൽ സൈബർ ആക്റ്റുകളെ കുറിച്ച്, IT ആക്ട് ആൻഡ് അതർ ലോസ് എന്ന് പറയുന്ന ഒരു അവയർനെസ് ലെവൽ. ഓക്കെ, ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് 1 മാർക്ക് വരുന്നത്. അങ്ങനെ 3 മാർക്ക് ഇങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും 3 മാർക്ക് സ്പ്ലിറ്റ് ആവാറ്. ഒന്ന് ഹാർഡ്വെയർ, പിന്നെ LAN, WAN എന്ന് പറയുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ചിട്ട്, പിന്നെ ഒരു സൈബർ ക്രൈംസിന്റെ ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് വരാറ്. പിന്നെ സുപ്രധാന നിയമങ്ങൾ. ഇപ്പോൾ ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ അല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള ഗവേണൻസും ഇമ്പോർട്ടൻ്റ് ആക്ട്സ് നമ്മുടെ ആദ്യമായിട്ട് LDC സിലബസിലോട്ട് വരുമ്പോൾ പലർക്കും വളരെ ബുദ്ധിമുട്ടുള്ള എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെ ഇത് പഠിക്കണം, എല്ലാ പ്രൊവിഷൻസും പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും സിലബസിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ ലഭിച്ചു തുടങ്ങി. അതുകൊണ്ട് ഇൻഫർമേഷൻ ആക്ട്, പോക്സോ ആക്ട്, ഓക്കെ, ഇതിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ടും ചോദ്യങ്ങൾ വരുന്നത് ഇതിനെക്കുറിച്ച്. അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ ആക്ട്, ഇതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 5 മാർക്കിന്റെ ചോദ്യം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ 20 മാർക്ക് ആനുകാലികമാണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആനുകാലികത്തിലേക്ക് 10th മെയിൻസിലേക്ക് ഒരുങ്ങുന്ന സമയത്ത് ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയാസ് ഓരോ ടോപ്പിക്കിലും. അതായത് ഫോക്കസ് ഏരിയാസ് എന്ന് പറയുമ്പോൾ കറണ്ട് അഫയേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കണ്ടന്റ്സ് വായിക്കുക, അത് മെമ്മറൈസ് ചെയ്യുക, അത് റിവിഷൻ ചെയ്യുക. അതാണ് കറണ്ട് അഫയേഴ്സിന്റെ ഒരു മോഡസ് ഓപ്പറൻഡി എന്ന് പറയുന്നത്. കറണ്ട് അഫയേഴ്സ് നമുക്കൊരു വിത്തിൻ സിസ്റ്റത്തിൽ നിൽക്കുന്ന കാര്യമല്ല. ഒരുപാട് അപ്പുറത്തേക്കുണ്ട്. പഠിച്ചാലും അതിനപ്പുറത്തേക്ക് കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിച്ചത് മുഴുവൻ പഠിച്ചാലും എവിടുന്നേലൊക്കെ പിക്ക് ചെയ്ത് കണ്ട് PSC ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ആരും അതൊക്കെ ഒരു എന്താണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 20 മാർക്കിൽ നല്ലൊരു ശതമാനം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കുക. പരമാവധി കണ്ടന്റ്സുകൾ വായിക്കുക, അത് റിവിഷൻ ചെയ്യുക, മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുക. അത് തന്നെയാണ് കറണ്ട് അഫയേഴ്സിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പിന്നെ മാത്സ്, മലയാളം, ഇംഗ്ലീഷിന്റെ 30 മാർക്ക്, നോൺ GK ടോപ്പിക്സ് ആയിട്ടുള്ള 30 മാർക്ക്. മാത്സ് നന്നായിട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, അവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ജോമെട്രി ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്ത് തന്നെ പഠിക്കണം. ഇക്വേഷൻസ് മനസ്സിരുത്തി പഠിക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധന എന്ന് പറയുന്ന ഭാഗ്യം, റീസണിങ് ആണെങ്കിൽ കൂടുതലായിട്ടും ബ്ലോക്ക്, കലണ്ടർ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ് 5 മാർക്കിന്. അപ്പോൾ 5 മാർക്ക് റീസണിങ്ങും 5 മാർക്ക് അരിത്തമെറ്റിക്കും ആയിരിക്കും. അങ്ങനെയാണ് 10 മാർക്ക്. പിന്നെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷും മലയാളം അറിയാമല്ലോ. ഇംഗ്ലീഷും മലയാളം എപ്പോഴും നമ്മൾ PYQs ഡിപ്പെൻഡ് ചെയ്യുക. മാക്സിമം PYQs ഒക്കെ വൊക്കാബുലറി നിങ്ങൾ പഠിക്കുക. പിന്നെ എന്താണ് നമ്മുടെ ഈ ടൈപ്സ് ഓഫ് സെന്റൻസ് അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അത് ഗ്രാമർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി ഇത് പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ വൊക്കാബുലറി നിങ്ങൾ എന്താണ് പഠിക്കുക. കൂടുതൽ PYQs നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം PYQs ആണ് അധികം ഈ ഇംഗ്ലീഷ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാറുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളവും ഇത് തന്നെയാണ് പറയാനുള്ളത്. ഗ്രാമർ പോർഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങളത് പഠിക്കാൻ ശ്രമിക്കുക. വൊക്കാബുലറി മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ PYQസോ അല്ലെങ്കിൽ മാക്സിമം നിങ്ങളെ മെമ്മറി പവർ എത്രയാണോ അതനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. മലയാളം, ഇംഗ്ലീഷ് ഒക്കെ ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അവരെന്ത് ചെയ്യുക, അതൊരു സ്മാർട്ട് സ്റ്റഡി നടത്തുക. കൂടുതലായിട്ട്
PYQs നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ പ്രധാനമായിട്ടും ഇതൊക്കെയാണ് സിലബസ് എന്ന് പറയുന്നത്. നമ്മുടെ സുപരിചിതമായിട്ടുള്ള സിലബസ് തന്നെയാണ്. കാരണം നമ്മുടെ LDയുടെ സിലബസ് തന്നെയാണ് നമ്മുടെ 10th മെയിൻസ് എക്സാമിൻ്റെ സെക്രട്ടേറിയറ്റ് OA, ലബോറട്ടറി അസിസ്റ്റന്റ് എക്സാമിനൊക്കെ ഇതേ സിലബസ് തന്നെയാണ്. ഒന്ന് പഠിച്ചാൽ അല്ലേ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന രീതിയിലാണ്. ഓക്കെ, ഒരു സിലബസ് തന്നെയാണ് രണ്ട് എക്സാമിനും. അപ്പോൾ ഇതാണ് സിലബസിനെ കുറിച്ചുള്ള അവയർനെസ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഒരുപാട് പേര് നമ്മുടെ കമന്റ് ബോക്സിൽ 10th മെയിൻസിന്റെ സിലബസിനെ കുറിച്ച് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ഈ ഒരു സിലബസിനെ കുറിച്ചും ഓരോ ടോപ്പിക്സിലും എന്തൊക്കെയാണ് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലെങ്കിലും ജസ്റ്റ് ഒരു 1-2 കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ ആണല്ലോ? നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ ഏത് എക്സാമിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആ കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സോ എക്സാം ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരും ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിലെ കണ്ടന്റ്സ് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനലിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.